നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ആശയം വേറൊരാൾ ഉപയോഗിക്കുകയും അതുവഴിയിട്ട് സക്സസ് ആവുകയും ചെയ്യുന്നത് കണ്ടിട്ട് നമ്മളൊരു പുഞ്ചിരിയോടുകൂടി അല്ലെങ്കിൽ നമുക്കത് സാധിച്ചില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? എങ്കിൽ എങ്ങനെയാണ് നമ്മൾ അവസരങ്ങൾ ഉപയോഗിക്കേണ്ടത്, എന്താണ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരങ്ങൾ ഒരു ഇടവേളയിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയപരാജയങ്ങൾ ഉൾക്കൊള്ളുന്നത് ഈ അവസരങ്ങളിൽ കൂടെയാണ്. എങ്ങനെയാണ് ഈ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? ഒന്നുകിൽ ഒരു മനുഷ്യൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആശയമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ടായിരിക്കാം. എങ്ങനെയാണ് ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് സക്സസ് ആവുക എന്ന 3 ടിപ്പാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ടിപ്പ് നമ്പർ 1, നമുക്ക് വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. ഇന്നൊരു കാര്യം ചെയ്താൽ നമുക്ക് വിജയിക്കാൻ പറ്റും എന്നൊരാശയം നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ആ പ്രശ്നത്തിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക. രണ്ടാമതായിട്ട്, നമുക്ക് കിട്ടുന്ന ആശയങ്ങൾ എന്താണെങ്കിലും ആ ആശയങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കഴിവുകൾ നമ്മളിൽ തന്നെ കണ്ടെത്തുക. നമുക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്ത് ആ ആശയത്തിനെ നമ്മൾ വലുതാക്കുമ്പോഴാണ് നമുക്ക് അവസരങ്ങൾ കിട്ടുന്നത്. മൂന്നാമതായിട്ട്, നമ്മൾ ആശയങ്ങൾ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കുക. നമ്മൾ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് പറയുന്നത്. എനിക്ക് സമയമില്ല, ഞാൻ ഇത് ചെയ്താൽ ശരിയാകുമോ, ഇങ്ങനെയുള്ള ചിന്തകളിൽ കൂടെ നമ്മൾ ആ അവസരങ്ങളെ കളയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ റിസ്ക് എടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.